ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വീണ്ടും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്ന് LP-UPക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും LP-UPക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നിലവിലുള്ള അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് ഇനിയൊരു LP-UP പഠിത്ത് വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കും. എപ്പോഴും നമുക്ക് 3 വർഷത്തെ ആ ഒരു ഇടവേള ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, PSC വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 2026 ഡിസംബറിൽ അടുത്ത LP-UP വിളിക്കും. ജനുവരിയോടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. കറക്റ്റ് ഒരു 6 മാസമാണ് നിങ്ങൾക്ക് പരീക്ഷയിലേക്കുള്ള ദൂരം കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2027 ജൂൺ ജൂലൈ മാസത്തിൽ അടുത്ത LP-UP പരീക്ഷ നടക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ TTC DLEDകാർക്കാണെങ്കിൽ LPയും UPയും എഴുതാം, BEdകാർക്കാണെങ്കിൽ UP ആണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ PSC പരീക്ഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ 2 ടേമിലെ കട്ട് ഓഫുകൾ സഹിതം പരീക്ഷ വരെ വ്യത്യാസമുണ്ട്. UPക്കും ഒരുപോലെ നമ്മൾ പഠിക്കും, LPക്കും ഒരുപോലെ പഠിക്കും. പക്ഷെ രണ്ടും ഒരുപോലെയല്ല പരീക്ഷ നടക്കാറുള്ളത്. UPന്റെ പരീക്ഷയാണെങ്കിൽ ഒന്ന് ലിബറൽ ആയിട്ടാണ് നടക്കുക, LPന്റെ പരീക്ഷയാണെങ്കിൽ നല്ല ടൈറ്റ് എക്സാം ആണ് നടക്കുക. അത് കട്ട് ഓഫിൽ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്കൊന്ന് കണ്ട് തൃപ്തിപ്പെട്ടാലോ? അപ്പൊ നിങ്ങൾക്ക് 2021 നടന്ന എക്സാം, 2021 LPയുടെ 14 ജില്ലകളിലെ കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്, UPയുടെ 14 ജില്ലകളിലെ കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2021 പരീക്ഷ നടന്ന് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്, 26.67 മാർക്ക്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ 26.67 ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് കടക്കുമായിരുന്നില്ലേ എന്നൊക്കെ തോന്നും. അന്നത്തെ സാഹചര്യത്തിൽ അത് അന്നത്തെ കോമ്പറ്റീഷന് പറ്റിയ കട്ട് ഓഫ് ആണ്. ഇപ്പൊ കോമ്പറ്റീഷനൊക്കെ കൂടി, കട്ട് ഓഫ് റേഞ്ച് കാര്യങ്ങളൊക്കെ മാറി, പാറ്റേൺ ഒക്കെ മാറി. അപ്പൊ ഏറ്റവും കുറവ് കട്ട് ഓഫ് ആണ് 26.67. ഏറ്റവും കൂടിയ കട്ട് ഓഫ് നോക്ക് നിങ്ങൾ, 50 മാർക്കാണ് അന്നത്തെ ഏറ്റവും കൂടിയ കട്ട് ഓഫ്. ഇത് LPST ആണ്. ഇനി ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് 50.33 ഏറ്റവും കൂടിയ കട്ട് ഓഫ് 66 മാർക്കും. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം LPക്കൊക്കെ 26.67, അപ്പൊ ഒരു 30-35 കിട്ടിക്കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ ടീച്ചറായിട്ട് ഉണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ റേഞ്ച് തന്നെയാണ് LP-UPന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ പരീക്ഷ LPSTന്റെ പരീക്ഷ നല്ല ടഫായിരുന്നു, അതുകൊണ്ടാണ് അവിടെ കട്ട് ഓഫ് ഇത്രയും കുറയുന്നത്. UPന്റെ പരീക്ഷ ലിബറൽ ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ 66 മാർക്ക് വരെ എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് ഒക്കെ വരുന്നത്. ഇത് 2021 പരീക്ഷ, 22 റാങ്ക് ലിസ്റ്റുകാരുടെയാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 2025 അതായത് 24 പരീക്ഷ നടന്ന് 25 റാങ്ക് ലിസ്റ്റ് വന്നവരുടെ കാര്യം നോക്കിയാലോ? അവിടേക്ക് വരുമ്പോഴത്തേക്ക് മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ പാറ്റേൺ ഒക്കെ മാറി, പ്രസ്താവന ചോദ്യങ്ങൾ കുറേയേറെ വന്നു. പിന്നെയോ സിലബസും നമുക്ക് LP-UPന്റെ സിലബസ്, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിലബസിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 2024 നടന്ന പരീക്ഷയുടേത് LPST ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇവിടെ നിങ്ങൾക്ക് കാണാം 38.67 മാർക്ക്. നേരത്തെ നമ്മൾ 26 പോയിന്റ് ആയിരുന്നു 2022 കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, 38.67 ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ്. ഏറ്റവും കൂടിയ കട്ട് ഓഫ് 46.67. 2022 50 മാർക്കായിരുന്നു ഏറ്റവും കൂടിയ കട്ട് ഓഫ്. ഇവിടെ എത്തിയപ്പോൾ 46.67. ഇനി ഇതേ വർഷം തന്നെ UPയുടെ കട്ട് ഓഫ് നോക്ക് നിങ്ങൾ. UPയുടെ കട്ട് ഓഫ് ഏറ്റവും കുറവ് 55.33, ഏറ്റവും കൂടിയ കട്ട് ഓഫ് 66.33. എന്ന് വെച്ചാൽ 2022 ഏറ്റവും കൂടിയ UPയുടെ കട്ട് ഓഫ് 66 ആയിരുന്നു. അതേ ലെവലിൽ തന്നെ 66.33 എന്നുള്ളൊരു കട്ട് ഓഫ് തന്നെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 69 അല്ലെങ്കിൽ 70 മാർക്ക് ഉള്ളവർക്ക് തന്നെ ജോലി സാധ്യത കുറവാണ്. അപ്പൊ അത്രയും നല്ല കോമ്പറ്റീഷൻ നടക്കുന്നു. ഒപ്പം നിങ്ങൾ കാണേണ്ടത് ഇവിടെയും ടൈറ്റ് എക്സാം ആയിരുന്നു. ഇവിടെയോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ലിബറൽ ആയിരുന്നു. അത് എഴുതിയ ആളുകൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 2024 പരീക്ഷ എഴുതിയവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ തന്നെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും എന്ത്, UP ലിബറലും
LP നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു. UPക്കൊക്കെ സൈക്കോളജി ആണെങ്കിൽ 20 അടിച്ചൊക്കെ പോരാമായിരുന്നു. പക്ഷേ LPക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 14, 13, 12 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. അതായത് അടുപ്പിക്കാത്ത കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതുകൊണ്ട് തന്നെ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, LPSTയുടെ പരീക്ഷ എന്നും നല്ല ബുദ്ധിമുട്ടായിരിക്കും. സയൻസും സൈക്കോളജിയും ഒക്കെ നല്ല റേഞ്ച് കയറിയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. UPയുടെ പരീക്ഷ എന്നൊരു ലിബറലായിരിക്കും. പക്ഷെ നമ്മൾ നേരെ തിരിച്ചല്ലേ വിചാരിക്കുക, UPക്കാരാവുമ്പോൾ അതിലേക്ക് BEdകാരും കൂടെ വരില്ലേ, അപ്പൊ അതിനല്ലേ നല്ല ബുദ്ധിമുട്ട് വരിക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. LPST എന്നും നല്ല ടൈറ്റ് എക്സാം അടക്കും. UPSTക്ക് ആണെങ്കിൽ ഒന്ന് ലിബറലാക്കും. നമ്മളെ കൂടുതൽ ആളുകളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷ ഒന്ന് ലിബറലാക്കിയാൽ മതി. PSC ഒന്നും പുറത്താക്കണ്ട, നമ്മൾ തന്നെ കുറെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പുറത്തായിക്കോളാം എന്നുള്ള ലെവലിലായിരിക്കും. അല്ലാതെ ഒരുപാട് കടുകട്ടി ചോദ്യത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് പരീക്ഷകളുടെയും ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നേരെ ഇതിന്റെ സിലബസിലേക്ക് പോവാം. ജനറൽ PSCയുടെ സിലബസിൽ നിന്ന് നല്ല ഡിഫറൻ്റ് ആണ് LPSTന്റെ. ഏറ്റവും അവസാനം 2026 ഏപ്രിൽ മെയ്യിലടക്കം എന്ത് നടന്നിട്ടുണ്ട്, LPST UPSTന്റെ പരീക്ഷ വരെ നടന്നിട്ടുണ്ട്. അതിൽ തമിഴ് മീഡിയം, കന്നഡ മീഡിയം, മലയാളം മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാറ് കാണാറുണ്ട്. പക്ഷേ മിക്ക LP UP ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യാറില്ല, ഈ പരീക്ഷകളുടെ ഒന്നും ചോദ്യ പേപ്പറുകളോ ഒന്നും നോക്കാറില്ല. 2024 കഴിഞ്ഞിട്ട് ഇനി അടുത്ത LP UP എപ്പോഴേ വരുന്നുള്ളൂ, 27 വരുന്നുള്ളൂ. അപ്പം മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതും. പക്ഷെ 25 NC ഒഴിവിലേക്ക് നടന്നിട്ടുണ്ട്, 26 നടന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റേഞ്ച് വ്യത്യാസം, എങ്ങനെയാണ് ഈ പരീക്ഷകൾ നടക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിലബസിൽ വളരെ ക്രിസ്പ് ആയിട്ടുള്ള സിലബസ് ആണ്. ഒരു LDCന്റെ സിലബസിന്റെ അത്ര പോലും ഏതിന് പഠിക്കാനില്ല, LP UPക്ക് പഠിക്കാനില്ല. കാരണം നമ്മൾ LDCന്റെ സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി ഒരു ലോഡ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടേക്കൊക്കെ ഹിസ്റ്ററിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ആകെ തന്നിട്ടുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിന്നുകൊണ്ട്, സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണോ LPST UPST പരീക്ഷ നടക്കുന്നത് ആ റേഞ്ച് കയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LP UP വലിയൊരു ബാലികേറ മലയല്ല. പക്ഷേ ജനറൽ PSCന്റെ റേഞ്ചും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, LPST UPST പൊതുവിൽ എളുപ്പമാണ്. ഏതിനെ സംബന്ധിച്ചിടത്തോളം, ജനറൽ PSCനെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം പഠിക്കാൻ ഏതിനില്ല, LP UPക്ക് ഇല്ല. നമുക്ക് സിലബസ് ഒന്ന് കാണാം. സിലബസിൽ നമുക്ക് കോമൺ ആയിട്ട്, ഞാൻ കോമൺ സബ്ജക്റ്റുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് 26 മാർക്ക് നമുക്ക് സയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ലീഡ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രി 7 മാർക്ക് വീതവും, ബയോളജി 6 മാർക്ക് വീതവും, പിന്നെ 3 എണ്ണം 2 മാർക്ക് വീതം കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് 20+6 എന്ന് പറഞ്ഞിട്ടാണ് സയൻസ് എന്ത് ചെയ്യുന്നത്, സയൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സയൻസിലെ 26 മാർക്കിനെ ഡിവൈഡ് ചെയ്തതാണ് കെമിസ്ട്രി 7, പിന്നെ +2 എന്താ കറന്റ് അഫയർ ആണ് എന്ത് ചെയ്യുന്നത് 2 മാർക്ക്. ഫിസിക്സും 7 +2 കറന്റ് അഫയർ ആണ്. ബയോളജി 6 മാർക്ക് +2 കറന്റ് അഫയർ. അപ്പൊ എല്ലാറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് അഫയർ സബ്ജക്ട് ഓറിയന്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് സയൻസ്. ഇനി സയൻസിന്റെ കാര്യം ആദ്യമേ പറഞ്ഞുതരാം. 2013-14 വർഷം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല റേഞ്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, LP UPക്ക് ഉണ്ടാവാറുണ്ട്. മറ്റു പരീക്ഷകൾ പോലെയുള്ള കോമൺ സയൻസിൽ നിന്നും ഒരു പടി ഉയർന്ന ലെവലാണ് എന്ത് ചെയ്യാറുള്ളത്, സയൻസിലെ ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള SCERT NCERT ഒക്കെ ഉൾപ്പെടുത്തി തന്നെ എന്ത് ചെയ്യണം, സയൻസ് കയറി പഠിക്കന്നെ വേണം. പ്രത്യേകിച്ച് നമ്മുടെ +1 +2ന്റെ ഒക്കെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സിലൊക്കെ കയറി എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇനി ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, LP UP അല്ലേ, അപ്പോ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളല്ലേ പഠിപ്പിക്കുന്നത്, അപ്പൊ അതുവരെയുള്ളത് നോക്കിയ പോരെ. അല്ല, LP UPയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ +2 + TTC ഓർ DLED എന്നാണ്. അപ്പൊ അവിടെ കോമൺ ക്വാളിഫിക്കേഷൻ എന്താണ്, +2 എന്നാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ട് വേണം. അപ്പൊ സയൻസ് കംപ്ലീറ്റ് +2 റേഞ്ചിൽ കയറി എന്ത് ചെയ്യാറുണ്ട്,
ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് സയൻസ് ടഫായി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ആദ്യമേ പറയുന്നത് LP-UPക്ക് സയൻസ് ടഫ് ആയിരിക്കും. ഈ 26 മാർക്ക് നല്ല റേഞ്ചിൽ തന്നെ കയറി എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ സയൻസ് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ സയൻസ് 19 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് സിലബസിൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സോഷ്യലിൽ മെയിനായിട്ട് ഹിസ്റ്ററി, അതിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. അതൊന്നും ഒരുപാട്, അതായത് LDCക്കൊക്കെ പഠിക്കുന്ന പോലെ കടൽ പോലെ ഒന്നും ഇല്ല. ആകെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പഴയകാല സംസ്കാരങ്ങൾ, വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളും നവോത്ഥാന നായകന്മാരുമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററിയും വളരെ കുറച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ 2-3 ആളുകളുടെ പേര് മാത്രം, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനെയൊക്കെയാണ് എടുത്തു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഇവിടെ 10 മാർക്കിന് ഹിസ്റ്ററി സോഷ്യലിൽ ചോദിക്കുന്നുണ്ട്. +2 എന്ന് പറയുന്നത് കറണ്ട് അഫയർ, എല്ലാറ്റിലും 2 മാർക്ക് കറണ്ട് അഫയർ. ഇനി ബാക്കി നമുക്ക് ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. ഈ 4 സബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് എത്ര വരുന്നുള്ളൂ, 5 മാർക്കേ വരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും പൊളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ജോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങോട്ട് പഠിച്ചത് കൊണ്ട് ഇവിടെ മാർക്ക് എത്രയേ ഉള്ളൂ, 4 സബ്ജക്റ്റിനും കൂടെ ആകെ 5 മാർക്ക്. പിന്നെയോ 2 മാർക്ക് ആ സബ്ജക്റ്റുകളിൽ ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സോഷ്യോളജി, ഇത് 4ഉം കൂടെ ചേർത്തിട്ട് 5 മാർക്കും അതിലത്തെ 2 മാർക്ക് കറണ്ട് അഫയറും ആണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഇങ്ങനെ അപ്പൊ ഹിസ്റ്ററിക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 10 മാർക്ക് അവിടെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഹിസ്റ്ററി നോക്കണം. വേൾഡും ഇന്ത്യയും കേരളവും ഒക്കെ അതിനനുസരിച്ചിട്ട് തന്നെ നോക്കണം. +2ന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കയറിയിട്ട് തന്നെ നോക്കണം. ഇവിടെ 2 മാർക്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 19 മാർക്ക് സോഷ്യലുമാണ് സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈക്കോളജി 20 മാർക്ക് വരുന്നുണ്ട്. സൈക്കോളജിക്ക് പ്രത്യേകിച്ച് വെറും സൈക്കോളജി മാത്രമല്ല, സൈക്കോളജി ഉൾപ്പെടുന്നു, പെഡഗോജി ഉൾപ്പെടുന്നു, എഡ്യൂക്കേഷനും ഫിലോസഫിയും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് 20 മാർക്ക് വരുന്നത്. ഈ 20 മാർക്കിന്റെ കാര്യമാണെങ്കിൽ UPക്കാണെങ്കിൽ 20ൽ 20ഉം അടിക്കാനുള്ള ലെവലിലാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദ്യങ്ങൾ വരാറുള്ളത്. അത് 2021 കേസ് ആണെങ്കിലും 24 കേസ് ആണെങ്കിലും ഒക്കെ UPക്ക് സൈക്കോളജി ലിബറൽ ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. പക്ഷെ LPക്ക് എന്ത് ചെയ്യും, LPക്ക് റേഞ്ച് കൂടിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. അത് LPന്റെ കട്ട് ഓഫ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ടൈറ്റ് ആക്കണ്ടേ, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. 2 പരീക്ഷ ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് റേഞ്ചുകൾ വ്യത്യാസപ്പെടുന്നത്. ഇനിയോ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 15 മാർക്കാണ്. അത് നമുക്ക് 10ാം തരം +2 തലം വരെയുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോർമൽ ഒരു LDC ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ ഇപ്പൊ 2024 ഏകദേശം 9 LDC പരീക്ഷകളുണ്ട്. ആ പരീക്ഷകളിലൊക്കെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും അതിനുശേഷം നടന്ന 10th പ്രിലിംസ് അതിന്റെ ഒക്കെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ എളുപ്പമാവുന്നുള്ളത്. ഒപ്പം ഏത് കൂടെ വർക്ക്ഔട്ട് ചെയ്യണം, SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളുടെ പുറകിൽ കൊടുത്തിരിക്കുന്ന പ്രാക്ടീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ കയറി വരാറുണ്ട്. അപ്പൊ 15 മാർക്കാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇനി ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, 2-3 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പെഡഗോജി എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിക്കാറുണ്ട്. മലയാളത്തിലാണെങ്കിലും 1-2 ചോദ്യങ്ങൾ, അത് ഉറപ്പൊന്നുമില്ല. അത് നിങ്ങൾ എവിടെ പഠിച്ചാൽ മതി, ശരിക്കും ഇവിടെ വരുന്ന സൈക്കോളജി പെഡഗോജിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ടോട്ടലി നിങ്ങൾക്കുള്ളൊരു സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലബസിൽ നിങ്ങൾ പരീക്ഷയെ അറിഞ്ഞന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്ന പ്രീ പ്രൈമറി ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നഴ്സറി ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, PD ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, LPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, UPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഈ സിലബസിൽ മാത്രം PSC നടത്തിയ പരീക്ഷകൾ തന്നെ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഇതിനപ്പുറത്ത് പലർക്കും ഉള്ളൊരു സംശയമാണ്, LP-UP എഴുതുന്ന ആളുകൾ LP-UPന്റെ PYQ മാത്രം നോക്കിയാൽ മതിയൊന്നു പോരാ. നിങ്ങൾ LGSന്റെയും LDCയുടെയും അങ്ങനെ 10ാം തരത്തിൽ നടക്കുന്നതും +2 തരത്തിൽ നടക്കുന്നതും ഈവൻ ഡിഗ്രി പ്രിലിംസിന്റെയും ഡിഗ്രി മെയിൻസിന്റെയും എല്ലാ PSCയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന GK പാർട്ടിൽ സോഷ്യലും സയൻസും ഉൾപ്പെടുന്ന ഭാഗത്തെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടാനും പറ്റും.
അപ്പൊ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ LPUPന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ ക്രിസ്പാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണ്, LPUPക്ക് വരുമ്പോൾ PSC എക്സാം എഴുതിയ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും. നേരിട്ട് വരുന്നത് LPUP പരീക്ഷയിലേക്കാണ്. അപ്പൊ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? നെഗറ്റീവ് മാർക്ക് ആയിരിക്കും. ആ നെഗറ്റീവ് മാർക്കിനെ ഇല്ലാതാക്കി കൊണ്ടുവന്നെങ്കിലേ നിങ്ങളുടെ ശരി ഉത്തരങ്ങളുടെ മാർക്ക് നിലനിൽക്കുകയുള്ളൂ. അതറിഞ്ഞ് പ്രിപ്പയർ ചെയ്യണം. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ എക്സാം ഒക്കെ എഴുതിക്കൊണ്ട് തന്നെ, അതായത് PYക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതെടുത്ത് നമ്മളെവിടെ നിൽക്കുന്നു, നമ്മുടെ സിലബസിനുള്ളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്, പുതിയ SCERTയിൽ നിന്ന് ഏതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ആൾറെഡി പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നതാണ്. അപ്പൊ നമ്മൾ ഏതും കൂടെ ഒന്ന് പ്രതീക്ഷിക്കണം. മേ ബി കഴിഞ്ഞ സിലബസിൽ നിന്നൊരു മാറ്റം ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പുതിയ SCERT ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ സിലബസ് വന്നാലും പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ പുതിയ ടെക്സ്റ്റും നോക്കണം, പഴയ ടെക്സ്റ്റും നോക്കണം. ആദ്യം ഏത് നോക്കണം? പുതിയ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആ ലെവലിൽ SCERT ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം മെയിനായിട്ട് പഠനം നടക്കേണ്ടത്. ആ പാഠഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് കറണ്ടായി നടക്കുന്ന എല്ലാ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കണം. അത് വർക്കൗട്ട് ചെയ്ത് ഓരോ PSC പരീക്ഷയിലും വിഷയങ്ങൾ തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കറക്റ്റ് ആ പൾസിൽ ഓടുകയാണെങ്കിൽ LPUPയും വലിയ വിഷയമൊന്നുമില്ല. നേരെ മറിച്ച് ഫുൾ സിലബസ് മാത്രം അങ്ങനെ വാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ പരീക്ഷ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് LPUP പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് 2025 നടന്ന, അതായത് 24-ലല്ല 25 നടന്ന ഒരു LPSTന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു LPSTന്റെ പരീക്ഷ ഒന്ന് അങ്ങോട്ട് എഴുതി നോക്കിയാലോ. OMR വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാം ഓപ്പൺ ആവും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ലെവലിലുള്ള പരീക്ഷയ്ക്ക് എങ്ങനെ നടക്കുന്നു എന്നൊക്കെ അറിയാൻ, നിങ്ങളുടെ റേഞ്ച് എന്താണ് എന്നും അറിയാൻ ആ പരീക്ഷ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പൊ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2027 ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആയിരിക്കും LPUP എക്സാം നടക്കുന്നത്. അതിലേക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തയ്യാറെടുപ്പ് തന്നെ വേണം. വെറുതെ ഞാനും TTC കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഞാനും DLED കഴിഞ്ഞാണ്, BEd കഴിഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതുകൊണ്ട് കയറിക്കോണമെന്നില്ല. പരീക്ഷയെ അറിഞ്ഞ് LPST നല്ല ടൈറ്റ് ആയിരിക്കും. ഒരു 50 കടന്നാൽ എനിക്ക് കയറിക്കൂടാം. UPSC ആണെങ്കിൽ 70 താഴേക്ക് ചിന്തിക്കേ വേണ്ട. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അത് 2022 നമ്മൾ കണ്ടു ഏറ്റവും ടോപ്പ് 66 കട്ട് ഓഫ് വന്നു. ഇവിടെ ആണെങ്കിലും നമ്മൾ കണ്ടു എന്ത് 66.33 വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 70 മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടേ UPക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയറിക്കൂടാൻ പറ്റുള്ളൂ. ആ ലെവലിൽ തന്നെ പ്രിപ്പറേഷൻ നടക്കണം. സോ LPUPയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നിങ്ങൾക്ക് LPST UPSTയുമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗൂഗിൾ ഫോമും കൂടെ നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് LPUPയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. അതിനുള്ള മറുപടിയെ ഒരു വീഡിയോ ആയിട്ട് ഞാനെത്തും. സോ അടുത്ത LPUP നമുക്ക് കട്ടയ്ക്ക് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നേടാം ഒരു ടീച്ചറായിട്ട് തന്നെ ഭാവിയിലേക്ക്.